ഡോക്ടർ മോഹൻ വർഗീസ് തൻ്റെ ആരോപണങ്ങൾ കമ്മീഷൻ നിരാകരിച്ചില്ലല്ലോ എന്നതിൽ കയറിപ്പിടിച്ചാണ് ഇപ്പോൾ രാഹുൽ പ്രതിരോധം തീർക്കുന്നത്. ശ്രീ അനിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു കമ്മീഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു സബ്ജക്റ്റിവിറ്റി ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു ആരോപണം പബ്ലിക് സ്പേസിൽ നടത്തുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണം നടത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്, മിസ്റ്റർ രാഹുൽ ഗാന്ധി, താങ്കൾക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ ഒരു അഫിഡവിറ്റ് തന്നുകൂടെ? താങ്കൾ ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും താങ്കൾ ഒപ്പിട്ട ഒരു കടലാസ് അഫിഡവിറ്റായി സത്യവാങ്മൂലമായി സമർപ്പിക്കുമ്പോൾ അത് 1960 ആ തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ ചട്ടങ്ങളിൽ പെടുന്ന കാര്യം തന്നെയാണ്. അപ്പം അതൊരു വ്യക്തമായി അത് നിയമാനുസൃതമാക്കി എടുക്കാൻ നോക്കുമ്പോൾ, ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ ഓത്ത് ഓഫ് ഓഫീസ് ആണ് MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഭരണഘടനയോട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്, ഭരണഘടന പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരു പ്രക്രിയയ്ക്ക് വിധേയപ്പെടാനുള്ള മനസ്സ് പ്രതിപക്ഷ നേതാവ് കാട്ടുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. എന്തിനും ഒരു പ്രക്രിയ ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔപചാരികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ശ്രീ കേണൽ ജിന്നി ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഈ പറയുന്ന അഫിഡവിറ്റ് സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, വിസമ്മതിക്കുന്നു? ഒരു പക്ഷേ നാളെ അത് ചെയ്തുകൂടായികയില്ല. ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ആ സത്യവാങ്മൂലത്തിൻ്റെ പരിധിയിൽ ചിലപ്പോൾ വരില്ല. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ അതിൽ തെറ്റായ കാര്യങ്ങൾ, കണക്കുകളുടെ കാര്യത്തിൽ തെറ്റുണ്ട് എങ്കിൽ അദ്ദേഹം അക്കൗണ്ടബിൾ ആണ്. ഒരുപക്ഷെ നിയമപ്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരും. വെറുതെ പറയുന്നില്ല, കാഷ്വലായിട്ട് പറയുന്ന കാര്യമല്ല സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഗൗരവമുണ്ട്. അപ്പോൾ ആ ഗൗരവം കാട്ടാൻ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറാകും എന്നാണ് ഇതിൻ്റെ മധ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ശ്രീ നിയാസ് അഡ്വക്കേറ്റ് നിയാസ് പറഞ്ഞ ഒരു കാര്യത്തിലൊരു ന്യായമുണ്ട്. ആ ന്യായമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരൻ്റെ ന്യായമല്ല. ഞാൻ പറയുന്നത്, ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പ്രക്രിയ രാഷ്ട്രീയ പ്രേരിതമാകരുത് എന്നതാണ് ഔചിത്യബോധം. ഇവിടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണല്ലോ പാർലമെൻറ്റും നിയമസഭകളും ഒക്കെ. ആ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കണമെങ്കിൽ അവിടേക്ക് എത്തുന്ന ജനപ്രതിനിധികൾ സുതാര്യമായ പ്രക്രിയയിലൂടെ കടന്നു വരുന്നവരാകണം. അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതിന് തലപ്പത്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 അതർ കമ്മീഷണേഴ്സ്, അവരെ നിയമിക്കുന്ന പ്രക്രിയയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് അഭികാമ്യം. പക്ഷേ അങ്ങനെ ഒരാളെ നിയമിച്ചു കഴിയുമ്പോഴും അവർക്ക് ചട്ടം അങ്ങനെ മാറ്റിമറിക്കാനൊന്നും നോക്കില്ല. ഇതെല്ലാം തികഞ്ഞ, ഇനി ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയുകയാണ്, പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ചേർന്ന് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഭരണപക്ഷം ഹൈജാക്ക് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? തീർച്ചയായും അങ്ങനെ ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ഗില്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റിന് ശേഷം പല രീതിയിൽ പല ഓഫറും കൊടുത്ത് പവർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പവറിലിരിക്കുന്ന ഒരു കക്ഷിക്ക്, ഗവൺമെൻറ്റിന് തീർച്ചയായും ഓഫേഴ്സ് കൊടുക്കാൻ സാധിക്കും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയൊക്കെ സ്വാധീനിക്കാം. അതുകൊണ്ട് ഇവരുടെ നിയമന പ്രക്രിയയിൽ കുറച്ചുകൂടി സുതാര്യത ഉണ്ടാകണം, കുറച്ചുകൂടി ആർജവം ഉണ്ടാകണം എന്ന് പറയുന്ന വാദത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതുമാത്രം മതിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി, പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടാകണം. വോട്ടർമാരായ 90 കോടിയോളം പേർക്ക് ആ വിശ്വാസം ഉണ്ടാകണം. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചാരുത. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തീർച്ചയായും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കതിരുണ്ടാകും, ബതിരുണ്ടാകും. അത് വേർതിരിച്ചെടുക്കണം. ഇനി ഈ ഘട്ടം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ നിന്നും ഒരുപക്ഷെ നീതിപീഠത്തിലേക്ക് ഈ വിഷയം പോയേക്കാം. എന്തുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തുകൂടാ? അപ്പോൾ പറയും കോടതി ഇവിടെ നിഷ്പക്ഷമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിയമവാഴ്ച ഇല്ല എന്ന് പറയുന്നതിൻ്റെ തുല്യമായിരിക്കും. ഏതെങ്കിലും സ്ഥാപനങ്ങളെ ഒന്ന് വിശ്വസിക്കണമല്ലോ. ആത്യന്തികമായ പൗരനുള്ള ആത്യന്തികമായ നീതി കോടതിയിൽ നിന്ന് ലഭിക്കണം. അല്ല എങ്കിൽ ഇവിടെ ഈ രാജ്യം ഈ രൂപത്തിൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് പരസ്പരം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രാജ്യത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടാകണം. ഇവിടെ ഒരു വിശ്വാസ്യതയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് അസ്ഥാനത്താവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധി ഈ കാര്യം പറഞ്ഞത് 6 മാസത്തെ പഠനത്തിന് ശേഷം ഇന്നലെയാണ് പറയുന്നത്.
ഇന്നലത്തെ പ്രത്യേകത നോക്കൂ. ഇന്നലെ രാജ്യം മുഴുവൻ മുൾമുനയിൽ നിൽക്കുകയാണ്. അമേരിക്കയുടെ വ്യാപാര യുദ്ധം അത് ഇന്ത്യക്കെതിരെ വലിയ കൂരമ്പുകളായി വരികയാണ്. അത് സമർത്ഥമായി തടഞ്ഞു നിർത്താൻ ഇന്ത്യ രാജ്യാന്തര ബന്ധങ്ങൾ കുറച്ചുകൂടി റീഓറിയൻറ്റ് ചെയ്യുകയാണ്. ചൈനയുമായുള്ള ബന്ധം, റഷ്യയുമായുള്ള ബന്ധം, അതേക്കുറിച്ച് കൂലങ്കഷമായ ചർച്ച നടക്കുന്ന കാര്യമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരുതരം തെറുത്ത് കയറ്റത്തെ എങ്ങനെ നേരിടാം? അക്കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവനയുണ്ടായി, അതിൽ സ്വല്പം അനൗചിത്യമുണ്ട്. ട്രംപ് പറയുന്നു ഇന്ത്യൻ ഇക്കോണമി ഡെഡ് ഇക്കോണമിയാണ്. കേണൽ ഡെന്നി അത് പറയുകയും ചെയ്തല്ലോ. അവിടെ ഒരുപക്ഷെ ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യസ്ത സ്വരത്തിൽ സംസാരിക്കുന്നത് രാജ്യ താല്പര്യത്തിന് അത്ര നന്നല്ല. അത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണമായിരുന്നു. ആ വിഷയം കത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് നിന്നും അതേ സമയത്ത് ഈ ഒരു വിഷയം കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ടതുപോലെ വലിയൊരു വിപത്ത് ഇതാ വരുന്നു രാജ്യത്തിന് എന്ന രീതിയിൽ വരുന്നത്. ആ ടൈമിങ്ങിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ടൈമിംഗ് ഒരുപക്ഷെ ബീഹാർ ഇലക്ഷൻ വരുന്നു അധികം വൈകാതെ. ആ ബീഹാർ ഇലക്ഷന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അതോ ഈ ഒരു മൊമെൻറ്റം അടുത്ത ഒരു 3-4 വർഷത്തേക്ക് അടുത്ത ദേശീയ തെരഞ്ഞെടുപ്പ് വരെ നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ വിഷയങ്ങൾ വരും. ഈ ഒരു ഇൻറ്റൻസിറ്റിയിൽ ഈ വിഷയം നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്ത ഒരു ടൈമിംഗ് ഒന്നുകിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഉടനെ വേണമായിരുന്നു, അല്ല എങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും വേണമായിരുന്നു. ഇതിപ്പം ഇലക്ഷൻ കഴിഞ്ഞ് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തിൽ കൂടുതൽ സമയമായി കഴിഞ്ഞു. ഈ സമയം തിരഞ്ഞെടുത്തതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. രാജ്യത്തിൻ്റെ ആ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ലിങ്കേജസിലേക്ക് ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഇവിടുത്തെ പ്രക്രിയ, ജനാധിപത്യ പ്രക്രിയ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതേക്കുറിച്ചുള്ള സംശയങ്ങൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ ദ ഹോൾ നേഷൻ സ്റ്റാൻഡ്സ് പൊളിറ്റിക്കലി ഡിവൈഡഡ് എന്ന ഒരു പ്രതീതി ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ അത്ര ആരോഗ്യപരമാണോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാനുള്ള അവകാശത്തെ അവസാന നിമിഷം വരെ പോരാടി നമുക്ക് പിന്തുണയ്ക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ ഭേദം അതിനകത്തില്ല. പക്ഷേ ഇതാണോ അതിൻ്റെ കറക്റ്റ് സമയം? പലപ്പോഴും ടൈമിംഗ് തെറ്റുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആർജവത്തോടു കൂടിയാണ്, പക്ഷേ അതിൻ്റെ ടൈമിങ്ങിൽ എവിടെയോ പിഴവ് പറ്റുന്നു എന്ന ഒരു ജനറൽ ചിന്തയും എനിക്ക് ഇക്കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. യെസ് യെസ്